ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും തകൃതിയായി മുന്നേറുന്നുമുണ്ട്. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ചില പ്രത്യേകതകളുണ്ട്. ഇത്തവണ കേരളത്തിൽ 2 അക്ക അക്കൗണ്ട് തുറക്കുമെന്ന വാശിയിലാണ് സുരേഷ് ഗോപിജിയും മോദിജിയും. 00 എന്നത് 2 അക്കമാണ് എന്നത് ഇവർക്ക് അറിയാത്ത കാര്യമാണോ എന്തോ. എങ്കിലും വാശിക്ക് ഒരു കുറവുമില്ല. അതിനായി അങ്ങ് പ്രധാനമന്ത്രിയെ വരെ കേരളത്തിലിറക്കാൻ ദില്ലി വരെ പോയ സുരേന്ദ്രൻജിയുടെ ആത്മാർത്ഥത കേരളം കാണാതെ പോകരുത് എന്നാണ് എൻ്റെ ഒരിത്. കേരളത്തിൽ താമര വിരിയിക്കാൻ മോദി ഇപ്പോൾ ഇടയ്ക്കിടെ കേരളത്തിൽ വന്നു പോകുന്നത് ഒട്ടുമിക്ക മലയാളികളും അറിയുന്നേയില്ല എന്നതാണ് സത്യാവസ്ഥ. ജനുവരിയിൽ തൃശ്ശൂരും, വീണ്ടും ജനുവരിയിൽ എറണാകുളത്തും, പിന്നീട് വീണ്ടും തൃശ്ശൂരും, തുടർന്ന് പത്തനംതിട്ടയിലുമെല്ലാം മോദിജി വന്നത് വെറുതെയാണെന്ന് നിഷ്കളങ്കരായ നിങ്ങൾ കരുതിയോ? എന്നാൽ ആ ഓരോ വരവിലും രാഷ്ട്രീയം പൊതിഞ്ഞു പിടിക്കാൻ മോദിജിയും സംഘപരിവാറും കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. മോദി ഇടയ്ക്കിടെ ഇങ്ങനെ കേരളത്തിൽ എത്തിച്ചാൽ BJPക്ക് വോട്ട് ലഭിക്കുമെന്ന് ആരോ സംഘപരിവാറിനെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹസത്തിനൊന്നും മോദിജി മുതിരില്ലെന്ന് നമുക്കറിയാവുന്ന കാര്യമല്ലേ. എന്നിരുന്നാലും മോദിയുടെ ഈ വരവിന് പിന്നിലുള്ള രാഷ്ട്രീയത്തെ മലയാളികൾ നിർബന്ധമായും തിരിച്ചറിയേണ്ടതുണ്ട്. തുടരെ തുടരെ പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നതും ഈ റോഡ് ഷോകൾ നടത്തുന്നതുമെല്ലാം മലയാളികൾക്ക് വേണ്ടിയാണെന്നും മലയാളികളെ ഇഷ്ടമുള്ളത് കൊണ്ടുമാണെന്നും ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. കേവലം വോട്ടുകൾക്ക് വേണ്ടി മാത്രമുള്ള പ്രഹസനം മാത്രമാണത്. എന്നാൽ ഈ പൊള്ളയായ വെച്ചുകെട്ടലിനെയും മലയാളികൾ മനസ്സിലാക്കി തുടങ്ങിയെന്ന് കഴിഞ്ഞ ദിവസത്തെ മോദിയുടെ കേരള സന്ദർശനം നമുക്ക് തുറന്നു കാട്ടിത്തരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാടെത്തിയ മോദിയെയും റോഡ് ഷോയും കാണാനെത്തിയത് വെറും 5000 പേർ മാത്രമാണ്. മോദിയെ കാണാൻ പാലക്കാട് ഇളകി വരുമെന്ന സംഘപരിവാറിന്റെ അഹന്തയുടെ നെഞ്ചിലേറ്റ ആണിയായിരുന്നു പാലക്കാട്ടുകാരുടെ ആ അസാന്നിധ്യം. റോഡ് ഷോകൾ നടത്തിയത് കൊണ്ട് വോട്ട് കിട്ടുമെന്ന BJPയുടെ ധാരണ തെറ്റിദ്ധാരണയാണ്. അത് BJPക്ക് ബംഗളൂരു കൃത്യമായി മനസ്സിലാക്കി കൊടുത്തിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ മാത്രം നടത്തിയത് 6 റോഡ് ഷോകളായിരുന്നു. എന്നാൽ അവസാനം പവനായ ശവമായി എന്ന് പറഞ്ഞതുപോലെ ബംഗളൂരുവിൽ BJP പൊട്ടിത്തകർന്നത് നമ്മൾ കണ്ടതായിരുന്നു. ഇപ്പോൾ മോദിജിയെ കാണാനായി പാലക്കാട് തിക്കും തിരക്കുമില്ലാതെ റോഡുകളിൽ അവിടെയും ഇവിടെയുമായി മാത്രം കുറച്ചുപേർ അണിനിരന്നെങ്കിൽ കരുതിയിരുന്നോളൂ മോദിജി, നിങ്ങളുടെ പ്രഹസനം മലയാളികൾക്ക് മനസ്സിലാകാൻ രാവിരട്ടി വെളുക്കുകയൊന്നും വേണ്ട. മലയാളികൾ പൊളിയാണ് എന്ന് പറയുന്നതും വെറുതെയല്ല. ഇന്ത്യ എന്ന ആശയം പോലും രാജ്യത്ത് നിന്നും തുടച്ചു നീക്കാൻ ഒരുങ്ങുന്ന BJPക്കോ സംഘപരിവാരത്തിനോ കേരളത്തിൽ ചുവടുറപ്പിക്കാൻ ഒരടി പോയിട്ട് 1 ഇഞ്ച് സ്ഥലം പോലും കേരളക്കരയിൽ കിട്ടില്ലെന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. വോട്ടിനൊരു കുപ്പി എന്ന ആയുധമോ മേരാ ഭാരത് മേരാ പരിവാർ എന്ന മാസ് ഡയലോഗോ ഒന്നും കേരളത്തിൽ താമര വിരിയാനുള്ള വളമാകുമെന്ന് ഒരു ജീമാരും കരുതേണ്ട. കാരണം നിങ്ങളുടെ ചിന്തകൾക്കും അപ്പുറമാണ് കേരളവും മലയാളികളും.